വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ നീ കാര്യം പറയട ചക്ക. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല. അല്ല, അത് അന്വേഷിക്കും. നിങ്ങൾ അതിന് സാധ്യതയുണ്ടോന്ന് അന്വേഷിക്കും. ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടോ? അല്ല, അങ്ങനെയില്ല. നമുക്കൊരു സഹായം വേണ്ട. സഹായം കേരളത്തിന് സഹായം വേണ്ടേ? സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അതിനുള്ള കാര്യങ്ങൾ നടത്തും. ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. കൂടുതൽ സംസാരിക്കുന്ന പൈസ ഒരു തേങ്ങനം തരില്ല. പൈസ വെച്ചോടെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ രീതിയിൽ പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ഏതാണ് ഈ പഠിക്കൻ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ. അല്ല, സ്റ്റേറ്റ് പലതവണ ആവശ്യപ്പെട്ടല്ലോ. ഇപ്പൊ കേന്ദ്ര പാർലമെന്റിൽ എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ? പറഞ്ഞിട്ടില്ല അല്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. അമൃതയാണോ? അല്ല, അതല്ല നമ്മൾ ചോദിക്കുന്നത്. കേരളത്തിലാണ് ചോദിക്കുന്നത്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. അല്ല, ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. അയാള് ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നിന്റെ നാം ഇറങ്ങിപ്പോയോ? എന്തുകൊണ്ടാണത്? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ദുരന്തത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ മറുപടിയാണ് കേട്ടത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? സഹായം കേരളം അഭ്യർത്ഥിക്കട്ടെ, ധനസഹായം നൽകുന്നതിന് സമയം ആയിട്ടില്ല, കുത്തിത്തിരിപ്പുണ്ടാക്കരുത് എന്നതാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് ഞാൻ പോകുന്നു.